ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ 5ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ജീവിതത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാനും വചനത്തിനനുസൃതമായ ജീവിതത്തെ പുനർക്രമീകരിക്കുന്നതിനും നാം കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന് ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചന തീരത്തേക്ക് അബ ന്യൂസിന് വേണ്ടി ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവിടുത്തെ മഹത്വമുള്ള സന്നിധിയിൽ കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതി. പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സൗഖ്യമാക്കുന്നതിനെ വൈദ്യനായ യേശുവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാവരുമേലും അവിടുന്ന് ഒഴുക്കിക്കൊടുക്കുന്നൊരു സ്തോത്രം. സ്നേഹത്തിൽ നിന്നെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ, ഈ സമൂഹത്തെ, ഈ ദേശത്തെ, അവിടുത്തെ തിരുസഭയെ തിരുസന്നിധിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ ചെയ്യണമേ, കൃപ തരണമേ, സൗഖ്യമാക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സ്വാർത്ഥത, അധാർമികത, സ്വയനീതീകരണം മുതലായവ കൂട്ടായ്മ ബന്ധത്തെ തകർക്കുന്നു. നിങ്ങൾ സ്നേഹത്തിലിരിപ്പീനെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഏതവസ്ഥയിലായിരുന്നാലും പരസ്പരം പൊരുത്തപ്പെടുവാനും മനസ്സിലാക്കുവാനും വഹിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നതാണ് ക്രിസ്തീയ കൂട്ടായ്മയെന്ന് ഇന്നലെ രാത്രി യോഗത്തിൽ റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് സുന്ദരരാജ് പ്രബോധിപ്പിച്ചു. റവറൻഡ് സജീവ് തോമസ് പരിഭാഷകനായിരുന്നു. വളരെ ആലോചനയോടും സൂക്ഷ്മതയോടും പ്രതീക്ഷയോടും കൂടി പ്രകാശിപ്പിക്കപ്പെടുന്നതായ ഈ ഡോക്ടറിൻ്റെ ജനമധ്യത്തിൽ ഇത് അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ കോപ്പികൾ ആനിമേഷൻ സെന്ററിൽ നിന്ന് വാങ്ങി ശാന്തതയോടുകൂടി ധൃതിയില്ല, സമയമുള്ളതായ സമയത്ത് ശാന്തതയോടുകൂടി ഓരോ ഭാഗവും ഓടിച്ചു കാണുകയല്ല, പിന്നെയോ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. Metropolitan is a great ecumenical leader who has given his participation and leadership not only in this country but also throughout the world. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെത്രാപ്പോലിത്ത തിരുമേനി. Nehemiah chapter 8 verse 10, the joy of the Lord is your strength. നെഹമ്യ 8-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. And as I was preparing this meditation for you today, the verse that came to my mind was Psalm 29 verse 11. ഈ ഭാഗത്തെ ആസ്പദമാക്കി പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ 29-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. May the Lord give strength to his people
May the Lord bless his people with peace. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. Maraman Convention is a spiritual journey. മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ആത്മീയ യാത്രയാണ്. It is a spiritual pilgrimage. ഇത് ഒരു തീർത്ഥാടനമാണ്, ആത്മീയ തീർത്ഥാടനമാണ്. Every year when we come here, our spirituality is enhanced. നമ്മൾ ഓരോ വർഷവും ഇവിടെ വന്ന് കൂടുമ്പോൾ നമ്മുടെ ആത്മീയ വർധനവ് നമുക്കുണ്ടാകുകയത്രേ ചെയ്യുന്നത്. മാരാമൺ കൺവെൻഷൻ ചെറുപ്പകാലത്ത് കുട്ടികളുടെ യോഗത്തിൽ കൂടി പങ്കെടുത്ത് അങ്ങനെ എല്ലാ വർഷവും മാരാമൺ കൺവെൻഷൻ പങ്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇന്നും നിലനിൽക്കുന്നതായിട്ടുള്ളതായിട്ടുണ്ട്. ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞേറുന്നതാണ് മാരാമൺ കൺവെൻഷൻ. പിതാക്കന്മാരുടെ കൺവെൻഷൻ ഞങ്ങളും പിന്തുടർന്നു പോകുന്നു. അത് ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ആളുകൾ പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന തിരുമേനിമാരെയും അച്ഛന്മാരെയും സഭാ നേതൃത്വത്തെയും എല്ലാം ഒരിക്കൽ കൂടി ഞങ്ങൾ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ്റെ 121ാമത് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഈ മണപ്പുറത്തേക്ക് ഒഴുകി വരും. സാമൂഹിക തിന്മകൾക്കെതിരെ എപ്പോഴും ശക്തമായ പ്രഘോഷണവും ആഹ്വാനവും ഈ മണപ്പുറത്തുണ്ടായിട്ടുണ്ട്. പുകയിലയ്ക്കെതിരായി ശക്തമായ ആഹ്വാനങ്ങളുണ്ടായപ്പോൾ പുകയിലയുടെ കൂമ്പാരങ്ങൾ പോലും മണപ്പുറത്തുണ്ടായി. അങ്ങനെ പുകയില വർദ്ധിച്ച ഒരു സംസ്കാരം ഇവിടെ. അപ്രകാരം എല്ലാ സാമൂഹിക തിന്മകളും ഇവിടെ എതിർക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. സമീപകാലത്തായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് മാരാമൺ കൺവെൻഷൻ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നു. പ്ലാസ്റ്റിക് രഹിത, ഫ്ലെക്സ് രഹിത മാരാമണായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിന് മാറ്റമുണ്ടാക്കുവാനും ആത്മീയമായും ഈ ആത്മീയതയിലൂടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള ഒരു നല്ല ജീവിതത്തിന് മാരാമൺ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നാം കേട്ടതായ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. ഈ മധ്യാഹ്ന മീറ്റിങ്ങിൽ റവറൻ മാൽക്കൺ ടൈൻ നമ്മളോട് വചനം സംസാരിക്കുന്നു. വചനത്തിനനുസൃതമായ ജീവിതത്തെ ക്രമീകരിക്കപ്പെടേണ്ടതിനും അതിനുവേണ്ടി ധ്യാനാത്മകമായ ചിന്തകൾ ഉണർത്തുന്നതിനും ദൈവമേ തവ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആത്മീകവും ഭൗതികവുമായി വളരുവാൻ നമുക്ക് സാധ്യമാകുന്നതിൽ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഓഫീസ് പ്രവർത്തകർ വ്യത്യസ്ത രീതിയിൽ ഈ സന്നദ്ധ സുവിശേഷക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എല്ലാവരും അനുഗ്രഹീതമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഏറെ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ഒരു വർഷം കൂടി നിൽപ്പാൻ തക്കവണ്ണം
സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു. Job was a believer in the Old Testament. പഴയ നിയമത്തിലെ ഒരു സത്യവിശ്വാസിയായിരുന്നു യോബ്. But the New Testament holds him up as an example for you and for me. എന്നാൽ പുതിയ നിയമം യോബിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അനുകരിക്കാൻ പറ്റിയ ഒരു ഉദാഹരണമായിട്ടാണ്. James says the prophet spoke the word of the Lord. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രവാചകന്മാർ ദൈവത്തിന്റെ ദൂത് ലോകത്തെ അറിയിച്ചു. The prophets were also examples of patience in midst of suffering. പ്രവാചകന്മാർ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. And of all the names that the New Testament can mention, it mentions primarily the name of Job. ഇവിടെ നമ്മുടെ മുമ്പിൽ പുതിയ നിയമം നൽകുന്നതായ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോബിന്റെ പേരാണ്. അദ്ദേഹമാണ് കഷ്ടതയുടെ മുൻപിൽ സഹിഷ്ണുത വരച്ചു കാട്ടിയവൻ. In suffering, Job was a man of perseverance, a man of patience. കഷ്ടതയുടെ മുമ്പിൽ സഹിഷ്ണുതയും സ്ഥിരോത്സാഹത്തോടുകൂടെ കഷ്ടതയെ അഭിമുഖീകരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു യോബ്. The Bible shows us that Job feared God more than he feared his wife. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, യോബ് തന്റെ ഭാര്യയേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് അവൻ തന്റെ ഭാര്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല. I love what the Bible says in Job chapter 2 verse 10. He told his wife, "You are talking like a foolish woman. Shall we accept good from God and not trouble?" In all this, Job did not sin in what he said. രണ്ടാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു. മാർത്തോമാ യുവജന സഖ്യം സഭയ്ക്കും സമൂഹത്തിനും ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനുള്ള സ്തുത്യർഹമായ സേവനങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ക്ലീൻ മാരാമൺ തുടങ്ങിയ പദ്ധതികൾ മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് മാർത്തോമാ യുവജന സഖ്യം ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. യുവവേദി മീറ്റിംഗിലേക്ക് മിസ്റ്റർ ജോർജ് വർഗീസിന്റെ ഈ വാക്കുകളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കാതോർക്കാം. ക്രിക്കറ്റ് അറിയാൻ മേലാത്തവർക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണ്. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ജീവിക്കാൻ കഴിയുന്നു. ടെലിവിഷൻ നമ്മെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. വാർത്താ മാധ്യമങ്ങളുടെ മധ്യത്തിലാണ്, പിടിയിലാണ് രാജ്യം പോലും. ഇത് നമ്മെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസവും പ്രശ്നവും സന്തോഷവുമാണ്. ടെലിവിഷൻ കാണാതെ മക്കളെ വളർത്തിയ മാതാപിതാക്കളെ എനിക്കറിയാം. ഇപ്പോൾ അവർക്കുള്ള സ്ഥിതിയും എനിക്കറിയാം.
അങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിലല്ല പിന്നെയോ അതിനെങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം, ദുരുപയോഗം എങ്ങനെ കുറയ്ക്കാം, അതേക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് കാലം നമ്മുടെ ആവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ കാര്യം മനസ്സിലാക്കി യൗവനക്കാരെ നേർവഴിക്ക് നടത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ യുവവേദി. ഇതിന് നമുക്ക് സമൃദ്ധമായ നേതൃത്വം നൽകേണ്ടവണ്ണം ക്രമീകരിച്ച് അതനുസരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബ് ജോർജ് സാറിനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ എനിക്കും സന്തോഷമുണ്ട്. അന്നത്തെ അച്ചടി യന്ത്രം ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രമാണ്. അച്ചടിച്ച് അതുവരെയൊക്കെ എഴുതാൻ പേപ്പറൊന്നുമില്ല. അങ്ങനെ വളരെ പ്രാകൃതമായ രീതിയിലായിരുന്നു രേഖകളൊന്നും ചരിത്രം. ജനാധിപത്യം ജനങ്ങൾ വളരെ ഉത്സവത്തോടെയും ആരവത്തോടെയും ജനാധിപത്യത്തെ എതിർക്കും. കാരണം രാജഭരണമില്ല, ഏകാധിപത്യമില്ല, ജനങ്ങളെ ഭരിക്കുന്ന സുന്ദരമായ ആ ഒരു കാലഘട്ടം വന്നപ്പോഴേക്ക് വർത്തമാന പത്രങ്ങൾ ഉദയം ചെയ്തു. വർത്തമാന പത്രങ്ങൾ ജനാധിപത്യത്തിൻ്റെ നല്ല കാലത്തിൻ്റെ വക്താക്കളായി മാറി. ടെലിവിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് യുഗത്തിൻ്റെ ഇത്തരം കച്ചവടവൽക്കരണത്തെക്കുറിച്ച്, അത് മനുഷ്യനിൽ വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആദ്യം ഒരു ശാസ്ത്രം ഉണ്ടാക്കിയത് മാർഷൽ മക്ലൂക്കൻ എന്ന ശാസ്ത്രജ്ഞനാണ്, എന്ന വാർത്താവിനിമയ കമ്മ്യൂണിക്കേഷൻ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു കാനഡക്കാരൻ. ആധുനിക കാലത്തെ കൺവെൻഷൻ പന്തലുകളുടെ രൂപം തന്നെ മാറി. ഇരുമ്പ് തൂണുകളും ഷീറ്റുകളുമൊക്കെ ആയപ്പോൾ 1.25 നൂറ്റാണ്ടിനിപ്പുറവും മാരാമണ്ണിലെ പന്തൽ ഓലകളും കമുകിൻ കാലുകളും മുളകളുമൊക്കെയായി പാരമ്പര്യത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർമ്മിച്ചു വരുന്നു. മാരാമണ്ണിന് ചുറ്റുമുള്ള 24 ഇടവകകളുടെ നേതൃത്വത്തിലാണ് ഓരോ വർഷവും പന്തൽ നിർമ്മാണം നടക്കുന്നത്. ആദ്യകാലത്ത് 80 കോൽ നീളത്തിൽ നിർമ്മിച്ചിരുന്ന പന്തൽ ഇപ്പോൾ 100,000 പേർക്കിരിക്കാവുന്ന വിധത്തിൽ വലുതാക്കിയിരിക്കുന്നു. ഇപ്രാവശ്യത്തെ പന്തൽ നിർമ്മാണം 3 ദിവസങ്ങൾ കൊണ്ട് 24 ഇടവകാംഗങ്ങൾ ചേർന്ന് പൂർത്തീകരിച്ചത് വിസ്മയമായ കാഴ്ച തന്നെയായിരുന്നു. കൺവെൻഷൻ അവസാനിക്കുന്നതിന് പിറ്റേന്നാൾ മുതൽ ഓരോ ഇടവകയും ഈ പന്തൽ പൊളിച്ചുകൊണ്ട് പോകുകയും ചെയ്യും. ഇന്നത്തെ പന്തൽ സ്ഥാപിക്കുന്ന സ്ഥലം സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ പതിച്ചു കിട്ടുന്നതിന് പൂർവ്വപിതാവായ CK മാത്തൻ പേഷ്കാർ ഏറെ സഹായിച്ചിട്ടുണ്ട്. ആയിരൂർ അച്ഛൻ്റെ ദീർഘവീക്ഷണമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഈ സ്ഥലത്തിനു വേണ്ടി സംഘം ആണ്ടുതോറും 100 രൂപ കരമടച്ചു വരുന്നു. കൺവെൻഷൻ പന്തലിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുന്ന ഇടവകകൾ ഇവയാണ്: കോഴഞ്ചേരി സെൻറ് തോമസ്, ചെറുകോൽ ഇമ്മാനുവൽ, പുല്ലാട് സെഹിയോൻ, കുമ്പനാട് ശാലേം, കൂർത്തമല മാർത്തോമ, ആനമല സെൻറ് തോമസ്, ആറന്മുള സെൻറ് തോമസ്, ഐരൂർ സെഹിയോൻ, ഐരൂർ ശാലേം, ഐരൂർ ഛായരു, കുറിയന്നൂർ ശാലേം, കുമ്പനാട് വലിയ പള്ളി, മാരാമൺ മാർത്തോമ, ചിറയിറമ്പ് മാർത്തോമ, കുറിയന്നൂർ മാർത്തോമ, തടിയൂർ ഇമ്മാനുവൽ, പുന്നക്കാട് ഇമ്മാനുവൽ, പൂവത്തൂർ മാർത്തോമ, ഇടയാറന്മുള സെൻറ് തോമസ്, കുറിയന്നൂർ സെൻറ് തോമസ്, പൂവത്തൂർ സെൻറ് പോൾ, കുമ്പനാട് സെൻറ് തോമസ്, ഇലന്തൂർ വലിയ പള്ളി മുതലായവയാണ്. കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാലം ചെയ്തതായുള്ള അഭിമന്യ സെക്രിയാസ് മാർ തെയോഫിലോസ് സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ആരംഭിച്ചതായ ഒരു പ്രസ്ഥാനമാകുന്നു മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ചുള്ള യുവവേദി. അനേക ആളുകൾക്ക് പുതിയ മേൽച്ചൽപ്പുറങ്ങൾ കണ്ടെത്തുന്നതിനും വിവിധങ്ങളായ രീതികളിൽ കർത്തൃസേവയിലായിരിക്കുന്നതിനും യുവവേദിയുടെ മീറ്റിങ്ങുകൾ എക്കാലത്തും പ്രചോദകമായിട്ടുണ്ട് എന്നുള്ളത് ഏറെ പ്രസ്താവ്യമാണ്. അബ്ബാ ന്യൂസിന്റെ 5ാം ദിവസത്തെ മാരാമൺ കൺവെൻഷനിൽ നിന്ന് തൽക്കാലം വിട ചൊല്ലുന്നു. 6ാമത്തെ ദളവുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ദൈവം നമുക്ക് തണലായിരിക്കട്ടെ, കാവലായിരിക്കട്ടെ, മാർഗദീപമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അബ്ബാ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ബിജു തട്ടാവിളയ്ക്കൊപ്പം റോണി എം സ്കറിയ.